الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മനസ്സിലാക്കി വന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹത്തിൽ പഠിപ്പാട്ടിയതായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതേറ്റിക്ക് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സസിലായിട്ട് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അറിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമൈത്തുല്ലേ അർ റഹ്മാനിർ റഹീം ജന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹത്തിൽ അരിപ്പാട്ടിയതായ മൂന്നാമത്തെ ആയത്തായിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ വിഷയം അർ റഹ്മാൻ അതേപോലെ അർ റഹീം ജന്തുൽ ആയത്തായിരിക്കും അല്ലാഹു കൊടുത്തത്. ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മിലോടും അർ റഹ്മാനുർ റഹീം ചൊന്തൈത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അരിപ്പാട്ടി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്തു. എന്നാൽ മൂന്നാമത്തെ ആയത്തായിട്ട് അല്ലാഹു കൊണ്ടത് അർ റഹ്മാനിർ റഹീം ആയിത്തിക്കർ. ഒന്നാമത്തെ വിഷയം അതിലെ ഓത്തൈത്തിക്കർ അർ റഹ്മാൻ ചൊന്തു നിങ്ങൾ ചൊല്ലാം, ഇതിൽ അർ റഹീം ചൊല്ലാം. ഇവിടെ മനസ്സിലാക്കുന്ന ഈ അലിഫ് ഉണ്ടല്ലേ, സ്റ്റാർട്ടുകൊല്ല അലിഫും ലാം, ആ അലിഫിന് മേൽ നമുക്ക് ഖുർആൻ ഓപ്പൺ ആക്കിയാൽ കാണാം ഒരു ഫത്താത്തെ രൂപത്തിലുള്ള വേറെ ഒരു ചിഹ്ന പോലെ കാണും. അതെന്താ അംസത്തുൽ വസ്ൽ ചൊല്ലും, അംസത്തുൽ വസ്ലൈത്തിക്കർ. അത് സ്റ്റാർട്ടിക്ക് നിങ്ങൾ ഓതുമ്പക്ക് ആ കൂട്ടി തോന്നണം അർ റഹ്മാൻ. അതിൽ വേറൊരു വേർഡ് വന്നിട്ട് ആ അലിഫറെ ഓതുകില്ല. അൽഹംദുലില്ലാഹ് അങ്ങനെ അപ്പൊ വൽഹംദുലില്ലാഹ് ചൊല്ലേ, അവിടെ നിങ്ങൾ വ അൽഹംദുലില്ലാഹ് ചൊല്ലില്ല, വൽഹംദുലില്ലാഹ് അവിടെ അലിഫർ നിങ്ങൾ മുട്ട. അതേപോലെ അർ റഹ്മാൻ അർ റഹീം അല്ല, അർ റഹ്മാനിർ റഹീം ഡയറക്റ്റ് നൂൻ എന്താക്കുക അപ്പുറത്തേക്ക് ജമ്പായി റോക്ക് അർ റഹ്മാനിർ റഹീം. അപ്പൊ അത് തജ്വീദിൽ തന്നെ നിഅമൈത്തിക്കർ. അങ്ങനത്തെ ചിലത് മാത്രം ഇങ്ങനെ തജ്വീദില് റൂൾസ് പഠിപ്പാട്ടണമെന്നല്ല, അതിലേക്ക് ഓതുമ്പോ ശ്രദ്ധിക്കണായത്. അർ റഹ്മാൻ അർ റഹീം ചൊത്തുള്ള ഖുർആൻ ഓതുമ്പോ അർ റഹ്മാനിർ റഹീം ഡയറക്റ്റ് ഓതും. അതായത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ഇത് അർ റഹ്മാൻ ചൊത്തുള്ള പേര്, ഈ സിഫത്തും പേര് ഉൾക്കൊള്ളതായി ഈ പേര് അർ റഹ്മാൻ ചൊല്ലുമ്പോ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ചൊല്ലക്കാണ് ഐ ദുർ റഹ്മത്തിൽ വാസിഅ, ധാരാളമൈത്ത് വിശാലമൈത്ത് റഹ്മത്തുല്ലോണൈത്തിക്രാൻ. അപ്പൊ അർ റഹ്മാൻ ചൊല്ലുന്നതിന് അർത്ഥം വിശാലമൈത്ത് റഹ്മത്തുല്ലോണൈത്തിക്രാൻ. അതുകൊണ്ട് വലിഹാദ ജാ അലാ വസ്നി ഫഅലാൻ, അതുകൊണ്ട് ഫഅലാൻ ചൊല്ലുന്ന പാറ്റേൺ വന്നിരുന്നു. അതായത് റഹ്മാൻ ചൊല്ലുമ്പക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു അറബിയിൽ പ്രത്യേകമായിട്ട് ഒരു പാറ്റേണിലെത്തിക്കുള്ള പേരും ഇതെല്ലാം പണ്ടത്. അപ്പൊ റഹ്മാൻ ചൊല്ലുന്നത് ഫഅലാൻ ചൊല്ലുള്ള ഒരു പാറ്റേണിൽ വന്നിരുന്നു. ആ പാറ്റേണിൽ വന്നെങ്കിൽ എന്തേ, ആ പാറ്റേണിൽ വന്നെങ്കിൽ ധാരാളമായിട്ട് ചൊല്ലുന്ന അർത്ഥം അതിൽ ഉണ്ടാവും. അത്തുഷാൻ ജൗആൻ അതേപോലെ ഗളുബാൻ അർസത്തിൽ ശിദ്ദത്തുണ്ട്, കഠിനമായി ഒരു സ്ട്രോങ് ആയിട്ടുള്ള അർസാൻ. അപ്പൊ ഒരു ധാരാള ചൊല്ലുള്ളതൊന്നും ആ പദത്തിലെന്തേ കിട്ടും. ആ പദ വന്നതോടുകൂടി റഹ്മാൻ ചൊല്ലുമ്പോ റഹ്മത്തുല്ലോണ് നിങ്ങൾ ചൊല്ലല്ലേ, ആ റഹ്മത്തുല്ലോണ് എങ്ങനത്തെ റഹ്മത്ത് എത്തിക്കരുത്, ധാരാളമായിട്ടുള്ള റഹ്മത്ത്. അപ്പൊ ഈ ധാരാളം ഓർത്ത് കിട്ടിയ ആ പദത്തെ പാറ്റേൺ, ആ പാറ്റേണിന്റെ ശൈലിയുടെ സ്വഭാവം എത്തിക്കുന്നത് അതിൽ ഇങ്ങനത്തെ ഒരു അർത്ഥം പണ്ട് ചൊല്ലുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഈ ഖുർആൻ ട്രാൻസ്ലേഷൻ ആക്കുമ്പോ എന്തൊക്കെ സാധ്യത ഇല്ല, അത് കിട്ടില്ല. അതുകൊണ്ട് ചിലടത്ത് എന്താക്കാർ ധാരാളವಾಗಿ കരുണ തോറുവണു, ധാരാളವಾಗಿ കരുണ ഇരുവണു ചൊത്ത് കന്നഡത്തിൽ ട്രാൻസ്ലേഷനിൽ കാണാം. റഹ്മാൻ ചൊത്തുള്ള പേര് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വേറൊരു ഭാഷയിൽ എന്താക്കാവില്ല, ഒരു പദം കൊണ്ടൊത്തു ട്രാൻസ്ലേറ്റ് ആക്കുകയും മനസ്സിലാക്കുവാട്ടൊക്കെ സാധ്യമില്ല. അപ്പൊ റഹ്മാൻ ചൊല്ലുമ്പത്തേക്ക് ധാരാളമായിട്ടും കരുണ ഉള്ളോണൈത്തിക്രാന്ത് അല്ലദീ യദുല്ലു അല സഅ, അത് വിശാലത്തരെ അരിപ്പാട്ട് വിശാലമായിട്ടും ധാരാളമായിട്ടും ചൊല്ലുല്ലേ ആ അർത്ഥ ഐത്തിക്കർ അവിടെ കിട്ടേ. എന്നിട്ട് പിന്നെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ചൊല്ലേ അർ റഹീം. ഇനി അർ റഹീം ചൊല്ലുള്ള പേരാവട്ടു ഐ അൽ മുവസ്സിലു ലിർറഹ്മതി മൻ യശഉ മിൻ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിൽ തന്റെ റഹ്മത്ത് കൊണ്ട് അവന് പൊതിയിറ അല്ലെങ്കിൽ റഹ്മത്തിനെ കൊടുക്കണോണൈത്തിക്രാൻ. അപ്പൊ റഹ്മാൻ ചൊന്നപ്പോ അർ റഹ്മാൻ ചൊല്ലുമ്പക്ക് കരുണ ഉള്ളവണ് ചൊന്തല്ല അർത്ഥം, അർ റഹീം ചൊല്ലുമ്പോ കരുണ കാട്ടോണ് ചൊന്തല്ല അർത്ഥം. അത് എന്തുകൊണ്ട് കിട്ടിയ ചൊന്തു മനസ്സിലാക്കണൈത്തിക്കർ.
അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ ചൊന്തല് റഹ്മാൻ ചൊന്തല് പേര് മാത്രം ಬಂದೆಂತಾയെങ്കിൽ അവിടെ കരുണ ഉല്ലോണും കരുണ കാട്ടോണും ചൊന്തല് ജണ്ട് ಅರ್ಥ ಉಂಟು. റഹീം ചൊല്ലുമ്പത്തും അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ಬಂದೆಂತಾയെങ്കിൽ ജണ്ട് ഒട്ടിಗೆ ಬಂದೆಂತಾയെങ്കിൽ ജണ്ടിക്ക് ജണ്ടര അർത്ഥം കിട്ടുന്നു. റഹ്മാൻ ചൊല്ലുമ്പോ കരുണ ഉല്ലോണും ചൊത്തുള്ളതും അതേപോലെ റഹീം ചൊല്ലുമ്പോ കരുണ കാട്ടോണും ചൊത്തുള്ള അർത്ഥം കിട്ടുന്നു. ഇത് ഒന്നുകൂടി മനസ്സിലാക്കാം. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചൊല്ലു വലിഹാദാ ജഅത് അലാ വസ്നി ഫഈൽ അദ്ദാലി അലാ ഉഖൂഇൽ ഫിഅൽ. അർറഹീം ചൊല്ലുന്നത് ഫഈൽ ചൊല്ലുന്ന പാറ്റേണിൽ വന്നത്. റഹ്മാൻ ചൊല്ലുന്നത് അങ്ങനെ പാറ്റേണിലേക്ക് ഒരു ചൊമ്മയുണ്ട്. അത്ഷാൻ അതേപോലെ ജൗആൻ ഗൾബാൻ അങ്ങനത്തെ ചൊമ്മ പേര് കാണാം പാറ്റേണിൽ വേണ്ടത്. അപ്പൊ ഈ റഹീം ചൊല്ലുന്നത് ഫഈൽ ചൊല്ലുന്ന പാറ്റേണിൽ വന്നത് അങ്ങനെ ചൊമ്മ ഉണ്ട്. റഹീം അല്ലാന്ത് അലീം ബസീർ സമീഅ സെയിം പാറ്റേൺ ഒരേ പാറ്റേണിലേക്ക് വേണ്ടത്. അപ്പൊ ഇതെന്തൊരു അരിപ്പാട്ട് ഉഖൂഇൽ ഫിഅൽ ആ ഒരു ഫിഅൽ ഒരു പ്രവൃത്തി സംഭവിച്ചിര് ഉണ്ടൈര് ചൊല്ലുന്നത് അരിപ്പാട്ട്. അപ്പൊ റഹ്മത്ത് ചൊല്ലുല്ലേ ആ ഒരു സംഭവം അല്ലാഹു നിന്ന് ബാരക്ക് ഉണ്ടൈര് പോണ്ടു സംഭവിക്കുന്നത്. അതെന്തൊരു വിശദീകരിക്കാം. ഇത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചൊല്ലുന്നു ഫഹുന ഉട റഹ്മത്തുൻ ഒരു രണ്ട് വിഷയമുണ്ട്. ഒന്നും റഹീമും റഹ്മാൻ ചൊല്ലൽ അതില് അതിൽ ചൊല്ലി കാണാം ഫഹുന റഹ്മത്തുൻ റഹ്മത്തുണ്ടു ഹിയ സിഫത്തുഹു അല്ലാഹുവിന്റെ സിഫത്ത് ഐതിക്കറ വിശേഷണ ഐതിക്കറ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊല്ലലെ സിഫത്തുണ്ടോ ഹാദിഹി ദല്ല അലൈഹ ഇതിൽ അരിപ്പാട്ടത ഐതിക്കറ അർ റഹ്മാൻ ചൊല്ലലെ ആയത്ത്. ഇതിന് പിന്നെ ചില ഓ റഹ്മത്തുൻ ഹിയ ഫിഅലുഹു എന്നൊന്നുണ്ട് എന്നോ റഹ്മത്തുണ്ട് ഇത് ഐതിക്കറ അല്ലാഹുവിന്റെ പ്രവൃത്തി ഐതിക്കറ റഹ്മത്ത് കാട്ടോണ് ചൊല്ലുള്ളത്. അത് ഏതിൽ എന്ത് കിട്ടത് അത് ഐതിക്കറ ആത്മ ചൊല്ലുള്ളതിൽ കിട്ടത്. ഇതിന് ശേഷം ഐ ഈസാലു റഹ്മതി ഇലൽ മർഹൂം റഹ്മത്ത് എത്തുപാട്ട് ഐതിക്കറ എത്തുപാട്ട് ആർക്ക് മർഹൂമും ആർക്ക് റഹ്മ കിട്ടണോ അങ്ക് എത്തുപാട്ട് അവിടെ ചുരുക്കി ചെന്നെങ്കിൽ അള്ളാഹു റഹ്മത്ത് കാട്ടോണ് ഐതിക്കറാന്ത്. ഇത് ചൊല്ലുകൊല്ല കാരണം ചില കൗമുണ്ട് അങ്ങ് ചൊന്നാർ അള്ളാഹുക്ക് റഹ്മത്ത് ചൊല്ലുന്ന സിഫത്തില്ല. അള്ളാഹുക്ക് റഹ്മാൻ ചൊല്ലുന്ന പേരുണ്ട് റഹ്മത്ത് ചൊല്ലുന്ന സിഫത്തില്ല. ಏನೋರ್ ಟೀಮ್ ಬಂಚೊತ್ತು ಸಿಫತ್ತುಂಡು ಅದರ ಉದ್ದೇಶ ಅಲ್ಲಾಹುರೆ ನಿಅಮತ್ ಐತಿಕ್ರಂತ. ಏನೋರ್ ಟೀಮ್ ಬಂಚೊತ್ತು ಅಲ್ಲಾಹುಗು ರಹಮತ್ ಚೊತ್ತಲೆ ಸಿಫತ್ತುಂಡು ಆಯ್ಗ ಅದು ಬ್ಯಾರಂಕ್ ಕಾಟಿಲ್ಲ റഹ്മത്ത് ಬ್ಯಾರಂಕ್ പോണ്ടില്ല ಅಂತ ಬ್ಯಾರಂಗಲ ಮೇಲೆ അല്ലാഹു റഹ്മ കാട്ടില്ല ಅಂತ അത് എന്ത് ചൊല്ലുന്നത് മനസ്സിലാക്കാം. അപ്പൊ എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചൊല്ലി കാണാം അർ റഹ്മാൻ അർ റഹീം ഈ റഹ്മാനും റഹീം ചൊല്ലുന്ന പേരാവട്ടു ഇസ്മാനി മിൻ അസ്മാ ഇല്ലാഹി അള്ളാഹുരെ പേരിൽ പെട്ട പേരൈറ്റിക്കറ് യദുല്ലാനി അല ദാത്ത് അള്ളാഹുരെ ദാത്തരെ അള്ളാഹുരെ സത്തര അരിപ്പാട്ട് വ അല സിഫത്തിർ റഹ്മ റഹ്മത്ത് ചൊല്ലുന്ന സിഫത്ത് അരിപ്പാട്ട് അതേപോലെ വ അലൽ അസർ ആ സിഫത്ത് എഫക്ട് ഉണ്ടാവും. അതായത് അതിൽ നിന്ന് എന്താ ഒരു ബാരക്ക് റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ട്ര ചൊല്ലുലെ അൽ ഹുക്മു അല്ലദീ തഖ്തദീഹി ഹാദിഹി സിഫ ഈ സിഫത്ത് ഉൾക്കൊള്ളുറായ ഏതെല്ലാം വിധി ഉണ്ടാ അതും നിങ്ങൾ മനസ്സിലാക്കണം ഐതിക്രന്ത്. എന്നിട്ട് നോക്കൂ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചൊല്ലേ പ്രധാനമായിട്ടുള്ള വിഷയ വർ റഹ്മത്തു ഈ റഹ്മത്ത് ചൊല്ലുന്നത് അല്ലതി അസ്ബതഹ അല്ലാഹു ലിനഫ്സിഹി റഹ്മത്തുൻ ഹഖീഖിയത്തുൻ ദല്ല അലൈഹ അസ്സമു വൽ അഖൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റഹ്മത്തുണ്ട് ചൊല്ലുന്നത് ഹഖീഖിയത്തുൽ യഥാർത്ഥമായിട്ടുള്ള റഹ്മത്ത് ഐതിക്ര അള്ളാഹു റഹ്മത്ത് ചൊല്ലുന്ന സിഫത്ത് എന്ന വിശേഷണം. ഉദാഹരണക്ക് ഒരു വ്യക്തി അങ്ങ് നോക്കി ചൊല്ലാ ഫോൺ ബാരി കരുണ കാട്ടുന്ന വ്യക്തി ഐതിക്രന്ത് നല്ല ആൾമാരുടെ കരുണ കാട്ടുന്ന വ്യക്തി. ഇപ്പൊ ഈ വ്യക്തിയുടെ പേര് വേറെ എത്തിക്കും അങ്ങനെ കരുണ കാട്ട ആള് ചൊന്ന് ഓണ്ട വിഷയത്തിൽ എന്ത് ചെന്ന് ഓണ്ട സിഫത്ത് ചൊന്ന് വിശേഷണം നല്ല ചന്തത്തെ വ്യക്തി എത്തിക്കുന്നത്. അപ്പൊ ഈ ചന്ത ചൊത്തിൽ എന്തിരെ അവന്റെ വിശേഷിപ്പിക്കണങ്ങ അവൻ ഇത്ര നല്ല ഉള്ള ആളെ എത്തിക്രാന്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തായിട്ട് മനുഷ്യന്മാരെ പോലെയല്ല അള്ളാഹുറത് കമാലിയത്തെ ഇരിപ്പാട് പരിപൂർണത എത്തിക്കർ ഒന്നും ന്യൂനത്തില്ലാത്തത് എത്തിക്കർ അള്ളാഹുര സിഫത്ത്. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചൊല്ലേ ഖുർആനും ഹദീസിൽ നിന്നും അതേപോലെ ബുദ്ധി കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യ അള്ളാഹുക്ക് സിഫത്തുണ്ട് ചൊല്ലുള്ളത്. അതിൽ ഒന്നാമത്തെ ചൊല്ലേ അമ്മ സമഉ ഇനി ദലീൽ നോക്കി ചൊല്ലുന്നത് ഫഹുവ മാ ജാഅ ഫിൽ കിതാബി വസുന്നതി മിൻ ഇസ്ബാത്തി റഹ്മ ലില്ലാഹി വഹുവ കസീറുൻ ജിദ്ദ. ഖുർആനിലും ഹദീസിലും അള്ളാഹുക്ക് റഹ്മത്ത് ചൊല്ലുന്ന സിഫത്തുണ്ട് ചൊല്ലുന്നു ധാരാളമായിട്ടുള്ള ആയത്തും ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പിന്നെ ചൊല്ലു ബുദ്ധി കൊണ്ടു മനസ്സിലാക്കുക അള്ളാഹുക്ക് റഹ്മത്ത് ചൊല്ലുന്ന സിഫത്തുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് നിഅമത്ത് കിട്ടിയതായി എല്ലാ ഒന്നും അതേപോലെ ഞങ്ങളെ നിഅമത്തിനെ തടയിരകത്തെ എന്തെല്ലാം നിഖമത്തുണ്ടാ അതും ഇല്ലാത്താക്കിയത്.
എന്തെല്ലാം നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നമാ, എന്തെല്ലാം നിഅമത്ത് തണ്ടെതിരെ തടസ്സുണ്ട അതിരെ ഇല്ലാത്താക്കിയമാ ഫഹുവ മിൻ ആസാരി റഹ്മത്തില്ല, അത് അള്ളാഹുരെ കാരുണ്യ കാരണയിച്ചിക്കറ്. നമുക്ക് അള്ളാഹു നിഅമത്ത് തന്നത് അള്ളാഹുരെ കരുണ്യരെ കാരണയിത്തല്ലേ. അള്ളാഹു ഞങ്ങളെ എന്തെങ്കിലും ഒരു നിഅമത്തിലെ തടയിരകത്ത് എന്തെങ്കിലും ഒന്ന് ബന്ധത്തായി ജീവിതത്തിൽ അതിരും ഇല്ലാത്താക്കരുത് അള്ളാഹുരെ കരുണ കൊണ്ടല്ലേ. ഇത് കേൾക്കറ് എന്ന് വെച്ചല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് റഹ്മത്ത് ചൊന്തലെ സിഫത്തുണ്ട് ചൊന്ന വിഷയത്തില് ചില ഖൗം എന്താക്കിയാർ നിഷേധിച്ചാർ. അങ്ങ് ചൊന്നാൽ അള്ളാഹുക്ക് അങ്ങനത്തെ സിഫത്തില്ല, അള്ളാഹുക്ക് റഹ്മത്ത് ചൊന്തലെ സിഫത്തില്ല, പേരുണ്ടോ അത് ചൊല്ലുകൊല്ല കാരണം എന്തൊരു കൊണ്ടാ അതുകൊല്ല കാരണം തങ്ങൾ ചൊല്ലേ അള്ളാഹു റഹ്മത്ത് ചൊത്തുലെ സിഫത്തിന്റെ ഈ റഹ്മത്ത് ചൊത്തിലെ മനുഷ്യന്മാരുടെ നോക്കൂ ഒരാളെ മേലും മൃദുത്വ കാട്ടേ. അപ്പൊ അത് കാരണം എന്താ ഒരു ചിലപ്പോ ഗുൽപ്പ് പണ്ട് കണ്ണിൽ തണ്ണി പണ്ട് മനസ്സിലുള്ള ബേജാറുണ്ടാവൂരല്ലേ. അപ്പൊ അങ്ങനെ ചൊല്ലേ അങ്ങനെ ആയെങ്കിൽ അള്ളാഹുക്ക് ഹൃദയം ഉണ്ട് ചൊല്ലണവരല്ലേ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കാരണം ഇതിക്കറി പിർസം ഇത് അർസം പണ്ടേ ചൊന്തല്ല ചൊല്ലാറല്ലേ, തുടിക്കിര സ്വാരന്തല്ല. അപ്പൊ ബ്ലഡ് ഉണ്ടെന്നും ചൊല്ലണല്ലേ. അപ്പൊ ഇങ്ങെന്താക്കിയാറ് ബുദ്ധി കൊണ്ടുപോയാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ബലം കെട്ടാലിയാക്കിയാർ. അതേ ഇതിക്കറി ചൊല്ലത് നോക്കറ എന്നിട്ട് ചൊല്ലേ കാണാം ഷേഖ് അങ്ങ് ചൊന്നാർ അങ്ങ് എന്താക്കിയാറ് ഈ അള്ളാഹുരെ റഹ്മത്ത് ചൊത്തുലെ പേര് കണ്ടോടെ ഈ സിഫത്തിൽ എന്താക്കിയാർ അങ്ങ് നേരെ ഉൾട്ടർത്ത് കൊടുത്താർ, തഹ്രീഫ് നടത്തിയാർ. ഇൻആം എന്നിട്ട് അനുഗ്രഹ ചൊത്തിൽ അർത്ഥം വെച്ചാർ. റഹ്മത്ത് ചൊന്ന കരുണ കാട്ടു കരുണ ചൊത്തുള്ളതിൽ നിന്ന് അനുഗ്രഹ ചൊത്തുൽ അർത്ഥ വേറൊരു അർത്ഥം കൊടുന്നാർ. എന്നിട്ട് പിന്നെ നോക്കർ സഅമൻ അങ്ങനെ ചില ആൾ വാദിച്ചു എന്തെയ്തിക്കർ മിൻഹും അന്നൽ അഖ്ല യഹീലു വസ്ഫുല്ലാഹി ബിദാലിക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ റഹ്മത്ത് ചൊത്തുലെ വസ്ഫ് സിഫത്ത് കൊടുക്കുന്നത് അത് അസംഭവൈതിക്കർ സാധ്യല്ല. അങ്ങനെ മനസ്സിക്ക് ഒക്കാത്തതൈത്തിക്കർ ഒർക്കും സാധ്യല്ല. എങ്ങനെ അള്ളാഹുക്ക് റഹ്മത്തുണ്ട് ചൊല്ലേ കാരണം ഇത് മനസ്സിലെ ലോലതല്ലേ, ഒരു മൃദുത്വ ചൊല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ ഒരു മനസ്സുണ്ട് ചൊല്ലണവරු, പിന്നെ ബ്ലഡ് ഉണ്ട് ചൊല്ലണവരു, അങ്ങനെ പലതും ചൊല്ലണ്ടേ. അതുകൊണ്ട് അള്ളാഹുക്ക് ഇത് റഹ്മത്ത് ചൊല്ല ഇതേ ഇല്ല ഒത്തടിക്ക് പൂർണ്ണമായിട്ട് നിഷേധിച്ചു വിട്ടാർ. ഇതേ തിക്കർ ചില കൗമു അള്ളാഹുരുടെ വിഷയത്തിൽ പോയത്. അങ്ങനെ അള്ളാഹുരുടെ സിഫത്തിന്റെ വിഷയത്തിലും പേരുടെ വിഷയത്തിലും പല ചേഞ്ചസും പല രൂപത്തിലുള്ള ആൾമാർ പല രൂപത്തിലായിട്ട് പോയതും നിങ്ങൾക്ക് മനസ്സിലാക്കുകൊണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹുരെ ഖുർആനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുള്ള തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുരെ ഖുർആനുമായിട്ട് ജീവിതത്തെ മുന്നോട്ട് പോകുന്ന തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ അള്ളാഹുരെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.